പരവൂർ പുറ്റിങ്ങൽ വെടിക്കെട്ട് അപകടത്തിലെ പ്രതികൾ കോടതിയിൽ ഹാജരായി. കേസ് പ്രത്യേക കോടതിയിലേക്ക് മാറ്റുന്നതിന് മുന്നോടിയായി കോടതി ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നിലവിൽ കേസ് പരിഗണിക്കുന്ന സെഷൻസ് കോടതിയിൽ പ്രതികൾ ഹാജരായത്. 2016 ഏപ്രിൽ 10 രാജ്യം ഞെട്ടിയ ദുരന്തത്തിന് നാട് സാക്ഷിയായത്. പരവൂർ പുറ്റിങ്ങൽ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിലുണ്ടായ അപകടത്തിൽ 110 പേർ മരിക്കുകയും 600-ൽ പരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അനുമതിയില്ലാതെ മത്സരക്കമ്പം നടത്തിയതായിരുന്നു അപകട കാരണം. ക്രൈംബ്രാഞ്ച് SP ശ്രീധരന്റെ നേതൃത്വത്തിൽ നടന്ന അന്വേഷണത്തിൽ 59 പേരെ കുറ്റക്കാരായി കണ്ടെത്തി കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. 10,000 പേജുകളുള്ള കുറ്റപത്രത്തിൽ 1417 സാക്ഷികളും 1611 രേഖകളും 376 തൊണ്ടിമുതലുകളുമാണ് ഉൾപ്പെട്ടത്. 1 മുതൽ 44 വരെയുള്ള പ്രതികൾക്കുമേൽ സ്ഫോടക വസ്തു നിയമവും കൊലക്കുറ്റമടക്കമുള്ള വകുപ്പുകളും ചുമത്തി. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ പരിഗണനയുള്ള കേസ് പ്രത്യേക കോടതിയിലേക്ക് മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനായി മാത്രം TM വർഗീസ് സ്മാരക ഓഡിറ്റോറിയം വളപ്പിലുള്ള പഴയ കെട്ടിടത്തിൽ കോടതി തയ്യാറാവുകയാണ്. കമ്പ്യൂട്ടർവൽക്കരണവും വൈദ്യുതീകരണവും പൂർത്തിയായാൽ കേസ് ഉടൻ തന്നെ അവിടേക്ക് മാറ്റും. ഇതിന്റെ ഭാഗമായാണ് പ്രതികളോട് ഇന്ന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാരിപ്പള്ളി രവീന്ദ്രനാണ് ഹാജരായത്. അമൃത ന്യൂസ്, കൊല്ലം.